ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ഓൾ. ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ ഫൈനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ് ഒരു എഗ് ബജ്ജി. അപ്പം എഗ് ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് എഗ് എടുക്കുക, അത് കുറച്ച് വിനീഗറും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. എഗ് പുഴുങ്ങിയതിന് ശേഷം പൊട്ടിക്കുമ്പം അതിൻ്റെ തൊലി പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നുള്ളു വിനീഗറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. ബേസൻ പൗഡർ ഉണ്ടല്ലോ, കടലമാവ്, അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ പച്ച വാട്ടറി അല്ലാതെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മൾ എഗ്ഗ് കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബാറ്റർ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. അതിനുശേഷം നമ്മളിതാ എഗ്ഗൊക്കെ പൊട്ടിച്ചെടുത്ത് അതിനുശേഷം ഹാഫാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാ എഗ്ഗിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുന്നവർ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ബാറ്ററിൻ്റെ. അപ്പം നന്നായി ചൂടായി വരുമ്പം എഗ്ഗ് ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം കേട്ടോ അതിൽ ഓരോ എഗ്ഗായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നൊരു സൈഡാകുമ്പം അപ്പുറത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡിയായി എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിതാ നെക്സ്റ്റ് ബാച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ എഗ്ഗും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി എഗ് ബജ്ജിയാണ്. 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ നല്ല യമ്മിയാണ്. എഗ് ബജ്ജി ഉണ്ടാക്കാൻ അറിയുന്നവർ കുഴപ്പമില്ല, അറിയാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.